ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 4-ാം അധ്യായത്തിൽ യോർദാൻ നദി കടന്ന ജനം യഹോവയുടെ കൽപ്പനപ്രകാരം യോശുവ പറഞ്ഞതനുസരിച്ച് 12 കല്ലുകൾ നദിയിൽ നിന്ന് കൊണ്ടുവന്ന് അവർ താമസമാക്കിയ ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നാട്ടിയതായി നമ്മൾ വായിച്ചു. അങ്ങനെ ഇസ്രായേൽ ജനം യോർദാൻ നദി കടക്കുവാൻ തക്കവണ്ണം ദൈവം യോർദാനെ വരണ്ട നിലമാക്കി അത്ഭുതകരമായി ഇക്കര കടന്നുവെന്ന വാർത്ത കേട്ട് വിജാതീയ രാജാക്കന്മാരായ അമോരിയ രാജാക്കന്മാരും കനാന്യ രാജാക്കന്മാരും ഒക്കെ ഭയപ്പെട്ടു. ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഭയം, അവരിനി തങ്ങളെ തോൽപ്പിക്കും എന്നുള്ള ഒരു ഭയം അവരെ ഭരിക്കുവാൻ കാരണമായി. അതിനുശേഷം ഇവിടെ നമ്മൾ വായിക്കുന്നു, യഹോവയായ ദൈവം യോശുവയോട് പറഞ്ഞു, നീ ഒരു കൽക്കത്തി ഉണ്ടാക്കി ഇസ്രായേലിലെ ഉള്ള പുരുഷന്മാരെ എല്ലാം യോദ്ധാക്കളെയൊക്കെ നീ പരിച്ഛേദന ചെയ്യണം. പരിച്ഛേദന യഹോവയുമായുള്ള ഒരു ഉടമ്പടിയാണ് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലാണ് ദൈവം ആദ്യം അബ്രാഹാമിനോട് പറഞ്ഞത്, ഞാൻ നിൻ്റെ ദൈവവും നീ എൻ്റെ ജനവുമാണെന്നുള്ള ഉടമ്പടിയുടെ അടയാളമായി പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. മിസ്രയീമിൽ നിന്ന് അവർ പുറപ്പെട്ടപ്പോൾ എല്ലാവരും പരിച്ഛേദന ഏറ്റ പുരുഷന്മാരായിരുന്നു. എന്നാൽ മരുഭൂമിയിൽ വെച്ച് അവരൊക്കെ മരിച്ചുപോയി. ദൈവത്തോടുള്ള മത്സര മുഖാന്തരം അവർക്കാർക്കും കനാനിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. 2 പേർക്ക് മാത്രമേ അതിനുള്ള അവസരം ലഭിക്കുന്നുള്ളൂ. യോശുവയ്ക്കും കാലേബിനും മോശ ഉൾപ്പെടെ സകലരും ഇടയ്ക്ക് വെച്ച് മരിച്ചുപോയി. ഇപ്പോഴുള്ള എല്ലാ പുരുഷന്മാരും എല്ലാ കുട്ടികളും എല്ലാ സ്ത്രീകളും എല്ലാവരും മരുഭൂമി യാത്രയിൽ കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ജനിച്ചവരാണ്. ആ 40 വർഷത്തിനിടയിൽ ജനിച്ച പുരുഷന്മാരെ ആരെയും പരിച്ഛേദന കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് യഹോവയായ ദൈവം ആവശ്യപ്പെട്ടത്, പരിച്ഛേദന കഴിക്കുവാൻ ആവശ്യപ്പെടുന്നു. കാരണം അവർ യുദ്ധത്തിന് പോകുകയാണ്. യുദ്ധത്തിന് പോകുന്നവൻ ജഡസംബന്ധമായ എല്ലാ കാര്യങ്ങളും ഉരിഞ്ഞു കളഞ്ഞ് ആ യുദ്ധത്തെ മാത്രം ലക്ഷ്യമാക്കി അവൻ മുന്നോട്ട് പോകേണ്ടവനാണ്. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ ഈ പരിച്ഛേദനയ്ക്ക് പകരമാണ് സ്നാനമെന്ന ശുശ്രൂഷ സഭയിൽ വന്നിട്ടുള്ളത്. സ്നാനമേൽക്കുമ്പോൾ നമ്മളെ ഒരു യുദ്ധത്തിന് തയ്യാറാക്കുന്നു. സ്നാനവും മൂറോനഭിഷേകം നടത്തുമ്പോൾ നടത്തിയിരുന്നതായൊരു പ്രാർത്ഥന ഇതാണ്, കർത്താവേ, മാമോദീസയുള്ള വിശ്വാസം മൂലം നിൻ്റെ ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഈ ദാസൻ ദാസി എന്ന് പറഞ്ഞ് മൂറോനഭിഷേകം നടത്തുന്നു. ഈ മൂറോനഭിഷേകത്താൽ സകലവിധ പരിമള വാസനകളാൽ ഇവന് നിറയുകയും പ്രതികൂല സൈന്യങ്ങൾക്ക് കീഴടങ്ങാത്തവനായി തീരുകയും ചെയ്യണമേ. ഇനി ദുഷ്ടപ്രഭുക്കളെയോ അന്ധകാര ശക്തികളെയോ ഭയപ്പെടുവാനിടയാകാതെ നിന്റെ തേജസ്സിൽ കൂടി സഞ്ചരിച്ച് നിന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുമാറാകണമേ. എന്ന് പറഞ്ഞാൽ ഒരു മിലിട്ടറിയിൽ നമ്മളെ പ്രവേശിപ്പിക്കുന്നു. എന്തിന്? യുദ്ധം ചെയ്യുവാൻ. ആരോടാണ് യുദ്ധം? പുതിയ നിയമത്തിൽ യുദ്ധം മനുഷ്യനോടല്ല, അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മ സേനയായ പിശാചിനോടാണെന്ന് ബേസലേഖനം 6-ാം അധ്യായം 13 വാക്യങ്ങളിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ പിശാചിനോട് യുദ്ധം ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ സർവായുധ വർഗം ദൈവം നമ്മെ ധരിപ്പിക്കുകയാണ്. അപ്പം അതുപോലെ ആ സ്നാനമേറ്റ് കഴിയുമ്പോൾ കർത്താവിൻ്റെ പടയാളികളിൽ ഒരാളായി തീർന്ന് ഈ ലോകത്തിൻ്റെ മോഹങ്ങളോടും പൈശാചിക പ്രലോഭനങ്ങളോടും പ്രകോപനങ്ങളോടും ഒക്കെ നമ്മൾ എതിരിൽ നിന്ന് അതിനെ നമ്മൾ അതിജീവിക്കേണ്ടവരാണ്. പഴയ നിയമത്തിൽ അത് രാജ്യങ്ങളോടുള്ള യുദ്ധമായി കാണിക്കുന്നു. പുതിയ നിയമത്തിൽ അത് പിശാചിനോടുള്ള യുദ്ധമായി നമ്മളതിനെ മനസ്സിലാക്കേണ്ടതാണ്. ഇസ്രായേലിൻ്റെ സ്വന്തം ശക്തിയാൽ അവർക്കൊരിക്കലും മല്ലന്മാരെ ജയിക്കാൻ സാധിക്കുകയില്ല. യഹോവയുടെ സാന്നിധ്യം, യഹോവയോടുള്ള ഉടമ്പടി അവർക്കുണ്ടാകണം. അതിനുശേഷം
അതിൻ്റെ 13-14 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യോശുവ കാണുന്ന യഹോവയുടെ ഒരു സൈന്യാധിപനെ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സൈന്യാധിപനെ കാണുന്നു. അപ്പോൾ യോശുവ ചോദിക്കുന്നു, നീ ഏത് പക്ഷത്താണ്? അപ്പോൾ പറഞ്ഞു, ഞാനൊരു പക്ഷത്തല്ല, ഞാൻ യുദ്ധം ചെയ്യുവാൻ വന്നവനാണ്. ആ സൈന്യാധിപൻ പറഞ്ഞു, ഞാൻ ആരുടെയും പക്ഷത്തുള്ളവനല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്ന ദൈവത്തിൻ്റെ ദൂതനാണ്. ഈ സൈന്യാധിപൻ വാസ്തവത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവാണ് യുദ്ധം ചെയ്ത് പിശാചിനെ തോൽപ്പിച്ച സൈന്യാധിപൻ. അവൻ ക്രൂശിൽ മരിച്ചതോടുകൂടി ആദ്യ മനുഷ്യൻ മുഖാന്തരമുണ്ടായ പാപത്തെ, ആ പൈശാചിക ശക്തികളെയൊക്കെ ജയിക്കുവാൻ കർത്താവിന് സാധിച്ചു. നമ്മളും കർത്താവിനോട് ചേർന്ന് ആ യുദ്ധത്തിൽ, പിശാചിനോടുള്ള യുദ്ധത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ പൈശാചിക ശക്തികളെ അതിജീവിക്കുവാൻ നമുക്കും സാധിക്കും. അപ്പോൾ ഞാനൊരു പക്ഷക്കാരനല്ല, സൈന്യത്തെ നയിക്കുവാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈ സൈന്യാധിപൻ പറയുന്നത്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് നീ അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. ഇതുതന്നെയായിരുന്നു ഇതിനു മുൻപ് മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശയോടും പറഞ്ഞത് ഇതുതന്നെയായിരുന്നു. ആ മുൾപ്പടർപ്പിൽ വെച്ച് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. കാരണം ദൈവത്തോട് മനുഷ്യൻ സമീപിക്കുന്നത് അവൻ്റെ വിശുദ്ധിയിലാണ്. വിശുദ്ധിയുള്ളിടത്ത് മാത്രമേ ദൈവത്തോട് നമുക്ക് സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ചിന്തകളിലായാലും പ്രവൃത്തിയിലായാലും ജീവിതത്തിലായാലും എല്ലാം വിശുദ്ധി പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ തലങ്ങളിലും ഈ വിശുദ്ധി നമ്മളിൽ എപ്പോഴുണ്ടോ അപ്പോഴാണ് ദൈവം നമുക്ക് സമീപസ്ഥനാകുന്നത്. അങ്ങനെ ദൈവം യോശുവയോട് ഇവിടെ പറയുകയാണ്, ഇനിയും ഈ സൈന്യാധിപൻ ഇവരോട് കൂടി ചേർന്ന് മറ്റ് ശത്രുരാജ്യങ്ങളെ കീഴടക്കുവാൻ തക്കവണ്ണം യുദ്ധത്തിന് അവരെ സഹായിക്കുകയാണ്. നമ്മുടെ കർത്താവും പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പോയതിനു ശേഷം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരും, അവൻ സകല സത്യത്തിലേക്കും ഇനിയും നിങ്ങളെ വഴി നടത്തിക്കൊള്ളും. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് പാപകരമായ എല്ലാ പ്രലോഭനങ്ങളെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സൈന്യാധിപനായ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പാപത്തെ ജയിക്കുവാൻ, പാപത്തോട് യുദ്ധം ചെയ്ത് നീതിയുടെ പക്ഷം ചേർന്ന് ദൈവത്തോടൊപ്പമായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.